കമ്മ്യൂണിസം, അതാണ് നൽകപ്പെട്ട വിഷയം. ജീവിതത്തിൽ ആദ്യമായാണ് അത് സംസാരിക്കുകയും ചെയ്യുന്നത്. കമ്മ്യൂണിസം ഭീഷണിയാണോ? അതാണല്ലോ ചോദ്യം. ഭീഷണിയാണോ? ആണോ? ദിനോസറിന് പേടിയുണ്ടോ? പേടിയില്ല. പേടിക്കേണ്ടതുണ്ടോ? ദിനോസർ ഉണ്ടെങ്കിൽ പേടിക്കേണ്ടതുണ്ടോ? ഉണ്ട്. പക്ഷെ എന്നിട്ട് നിങ്ങൾക്ക് പേടിയില്ല. കാരണം എന്താ? ദിനോസർ ഇന്നില്ല. അപ്പൊ കമ്മ്യൂണിസത്തെ പേടിക്കേണ്ടതുണ്ടോ? എന്തുകൊണ്ട്? കമ്മ്യൂണിസം ഇന്നില്ല. എന്നോ അസ്തമിച്ചു പോയ, എന്നോ മരിച്ചുപോയ ഒരു ആശയത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ നാം കമ്മ്യൂണിസം എന്ന് കേൾക്കുന്ന എന്തൊക്കെയോ സാധനം ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അതെന്താണ് എന്ന് മനസ്സിലാക്കി നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. 10ാം ക്ലാസ് സ്കൂളിൽ പഠിച്ച ഏതൊരാൾക്കും അറിയുന്ന ഒരു കാര്യമാണ്, ലോകത്ത് 2 തരം സാമ്പത്തിക വ്യവസ്ഥകളുണ്ട്. ഏതൊക്കെ? ഒന്ന് ക്യാപിറ്റലിസം, സോഷ്യലിസം. എല്ലാവർക്കും അറിയാം. വ്യക്തിക്ക് സ്വകാര്യ സ്വത്തിന് അവകാശമുണ്ട്. ക്യാപിറ്റലിസം. വ്യക്തിക്ക് സ്വകാര്യ സ്വത്തിന് അവകാശമില്ല. എന്താണ്? സോഷ്യലിസം. സോഷ്യലിസത്തിന്റെ മറ്റൊരു പതിപ്പാണ് കമ്മ്യൂണിസം. വ്യക്തിക്ക് സ്വകാര്യ സ്വത്തിൽ അവകാശമില്ലെന്ന് മാത്രമല്ല, മുതലാളി തൊഴിലാളി എന്ന 2 സ്വത്വങ്ങളില്ല, 2 വർഗങ്ങളില്ല. മറിച്ച് എല്ലാവരും ഒരുപോലെ. അവിടെ ഭരണകൂടത്തിന് വരെ പ്രസക്തിയില്ല. സോഷ്യലിസത്തിൽ ഭരണകൂടത്തിന് പ്രസക്തിയുണ്ട്, സ്റ്റേറ്റിന് റോളുണ്ട്. കമ്മ്യൂണിസത്തിലോ സ്റ്റേറ്റിന് പോലും റോളില്ല. ഇങ്ങനത്തെ ഒരു സാധനത്തിന് നിലനിൽക്കാൻ കഴിയോ? ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഇസ്ലാമേതര ഇസങ്ങൾക്കൊക്കെ സംഭവിക്കുന്ന പ്രശ്നം, അവരൊക്കെ നിലവിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നത്തെ പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കും, ആത്മാർത്ഥമായി ആഗ്രഹിക്കും. എന്നിട്ട് നിലവിലുള്ള പ്രശ്നത്തിൻ്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കും, പക്ഷേ പരാജയപ്പെടും. അതുകൊണ്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാരങ്ങൾ കൂടുതൽ അപകടകരമാകും. ഉദാഹരണത്തിന് കമ്മ്യൂണിസം. കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെച്ച യഥാർത്ഥമായ ഒരു പ്രശ്നമുണ്ട്. അതെന്താ? മുതലാളിത്ത വ്യവസ്ഥിതിയിൽ കുറെ പ്രശ്നങ്ങളുണ്ട്, അല്ലേ? തർക്കണ്ടോ? മുതലാളിമാർ ചൂഷണം ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോയിറ്റിംഗ്. ആര് വേദന അനുഭവിക്കുന്നുണ്ട്? തൊഴിലാളികൾ വേദന അനുഭവിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് കമ്മ്യൂണിസത്തോട് തർക്കണ്ടോ? മുതലാളിയുടെ ചൂഷണം അവസാനിക്കണമെന്നും നാം പറയുന്നു, തൊഴിലാളി ചൂഷണം ചെയ്യപ്പെടരുത് എന്നും നാം ശഠിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരും ഇത് ചെയ്തു. പക്ഷേ ഇതിന്റെ കാരണം കണ്ടെത്തുന്നിടത്ത് അവർ പിഴച്ചു. നാം ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ മനുഷ്യനിർമ്മിതങ്ങളായ പരിഹാരമാർഗങ്ങൾ നൂറ്റാണ്ട് തികയും മുമ്പ് ഇല്ലാതാകുന്നത് അമാനവമായ അഭൗമികമായ പരിഹാരത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. കമ്മ്യൂണിസം ചർച്ച ചെയ്യുമ്പോൾ അതുകൊണ്ട് ഈ കാലത്ത് ഉണ്ടാകുന്ന ഏക ഗുണം ഇസ്ലാമിന്റെ സത്യത, സമഗ്രത നമുക്ക് സാകല്യം മനസ്സിലാക്കാൻ കഴിയുമെന്നതാണ്. അങ്ങനെയാണെങ്കിൽ തൊഴിലാളികൾ പീഡനം അനുഭവിക്കുന്നുണ്ട്, അത് പരിഹരിക്കണം. കമ്മ്യൂണിസ്റ്റുകാർ ആലോചിച്ചു, അവരതിൻ്റെ കാരണം കണ്ടെത്തി. തൊഴിലാളികൾ പീഡനം അനുഭവിക്കുന്നുണ്ട്, കാരണം ഇവിടെ തൊഴിലാളികളുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ചില മുഖങ്ങളിൽ ചിരി വിരിയുന്നുമുണ്ട്. മുതലാളിമാർ ഇവിടെ ചൂഷണം ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാരണം ഇവിടെ ആരുണ്ട്? മുതലാളിമാരുണ്ട്. അതുകൊണ്ട് പരിഹാരം ഇവിടെ തൊഴിലാളിയും വേണ്ട, മുതലാളിയും വേണ്ട. സമൂഹം എങ്ങനെയാകട്ടെ? വർഗരഹിതമാകട്ടെ, ക്ലാസ്ലെസ് സൊസൈറ്റി വരട്ടെ. ഇത് ഏതുപോലെ എന്നറിയോ? വീടിന്റെ അകത്ത് ഒരു എലി കയറി, ഇനി എന്തു ചെയ്യണം? എലിയെ കൊല്ലണം, വീട് കത്തിക്കണം. നിലവിലെ മുതലാളിത്ത വ്യവസ്ഥിതിയിൽ ചില പുഴുക്കുത്തുകളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, നമ്മളെല്ലാവരും വി ഓൾ അഡ്മിറ്റ്. ഇനി എന്തു ചെയ്യണം? നമ്മൾ പറയുന്നു ആ പ്രശ്നങ്ങളെ മാറ്റണം. പൂഴ്ത്തിവെപ്പ് പോലെ ഉള്ള കമ്പോളത്തിൽ നിലനിൽക്കുന്ന തൊഴിലാളികളെ പ്രയാസപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കണം. എന്തിനെ ഇല്ലാതാക്കേണ്ടതില്ല? മുതലാളിത്ത വ്യവസ്ഥിതിയെ ഇല്ലാതാക്കേണ്ടതില്ല. വീടിന്റെ അകത്ത് എലി കയറിയാൽ എന്തിനെ കൊന്നാൽ മതി? എലിയെ കൊന്നാൽ മതി. എന്ത് ചുടേണ്ടതില്ല? ഇല്ലം ചുടേണ്ടതില്ല. ഫെമിനിസ്റ്റുകൾക്ക് ഈ പ്രശ്നം പറ്റും. നിലവിലെ കുടുംബങ്ങളിൽ ചില സ്ത്രീ സൗഹൃദമല്ലാത്ത, പലപ്പോഴും സ്ത്രീ വിരുദ്ധമാകുന്ന
ചില ഏർപ്പാടുകളുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് എന്ത്? ആ സ്ത്രീ വിരുദ്ധമായ ഏർപ്പാടുകൾ, സ്ത്രീധനം പോലെയുള്ളത് മാറ്റണം, എലിയെ കൊല്ലണം. ഇവരെന്തു പറയും? നിലവിലെ കുടുംബ വ്യവസ്ഥിതിയിൽ ചില സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് കുടുംബം തന്നെ ഇല്ലാതാക്കണം. നിങ്ങളൊരു സാമ്യത അവിടെ കണ്ടോ? നിലവിലെ കുടുംബ വ്യവസ്ഥിതിയിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് കുടുംബം വേണ്ട, ഫെമിനിസം. നിലവിലെ മുതലാളിത്ത വ്യവസ്ഥിതിയിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് മുതലാളിത്തമേ വേണ്ട, കമ്മ്യൂണിസം. നമ്മൾ എന്തു പറയുന്നു? വ്യവസ്ഥിതി മാറേണ്ടതില്ല, പ്രശ്നം മാറിയാൽ മതി. ഹോസ്പിറ്റലിൽ ചൂഷണമുണ്ട്, അതുകൊണ്ട് ഹോസ്പിറ്റൽ വേണ്ട, അതല്ല, ഹോസ്പിറ്റലിൽ ചൂഷണമുണ്ട്, അതുകൊണ്ട് ചൂഷണം വേണ്ട, ഹോസ്പിറ്റൽ വേണം എന്നാണ് നാം പറയുന്നത്. അപ്പോ ചൂഷണമുണ്ട്, അതുകൊണ്ട് വ്യവസ്ഥിതി വേണ്ട എന്ന് പറയുന്നതാണ് കമ്മ്യൂണിസത്തിന്റെ ആശയപരമായ പ്രശ്നം. മറുചേരി ഏതാ? സോഷ്യലിസത്തിന്റെ മറുചേരി ഏതാ? ക്യാപിറ്റലിസം. പക്ഷെ നമ്മൾ ഇന്ന് കമ്മ്യൂണിസം എന്ന് കേൾക്കുന്നത് ക്യാമ്പസുകളിൽ ഫ്രീ സെക്സിന്റെ പ്രചരണം നടത്തുന്ന, ഹോമോസെക്ഷുവാലിറ്റിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തുന്ന, ലിബറൽ വാദങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു പറ്റം ആളുകളെയാണ്. അതാണ് കമ്മ്യൂണിസം എന്ന അർത്ഥത്തിൽ നാം വീക്ഷിക്കുന്നത്. അത് കമ്മ്യൂണിസമാണോ? അല്ല. അതെന്താണ്? അത് ലിബറലിസമാണ്. നേരത്തെ പറഞ്ഞ രണ്ട് സാമ്പത്തിക വ്യവസ്ഥിതികളിലേക്ക് മടങ്ങിവ. ഒന്ന് ക്യാപിറ്റലിസം, മറ്റൊന്ന് സോഷ്യലിസം. സോഷ്യലിസത്തിന്റെ ഒരു വകഭേദമാണ് കമ്മ്യൂണിസം. ഓക്കെ, ക്യാപിറ്റലിസത്തിന്റെ പൊളിറ്റിക്കൽ തിയറിയാണ് ലിബറലിസം. മനസ്സിലായോ? എതിർചേരിയിൽ നിൽക്കുന്ന രണ്ടെണ്ണം, ക്യാപിറ്റലിസം, സോഷ്യലിസം. സോഷ്യലിസത്തിന്റെ വകഭേദമാണ് കമ്മ്യൂണിസം. ക്യാപിറ്റലിസത്തിന്റെ പൊളിറ്റിക്കൽ തിയറിയാണ് എന്ത്? ലിബറലിസം. അപ്പൊ ഇത് തമ്മിൽ സംയോജിപ്പിക്കാൻ സാധ്യമാണോ? ഇത് രണ്ടും എതിർചേരിയിൽ നിൽക്കേണ്ടവരാണ്. എന്നാൽ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ പോലും ലിബറൽ ആശയങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നുവെങ്കിൽ അത് ആരുടെ പ്രശ്നമാണ്? കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ആശയം ഒഴിവാക്കി, എന്നിട്ട് എന്തിനെ സ്വീകരിക്കാൻ നിർബന്ധിതരായി? തങ്ങൾക്ക് എതിരുള്ളപ്പോ. ഇസ്ലാമിന്റെ എതിർചേരിയാണ് നിരീശ്വരവാദം, അല്ലേ? ദൈവമുണ്ട് എന്നൊന്ന്, ദൈവമില്ല എന്നൊന്ന്. ഇത് രണ്ടും തമ്മിൽ കമ്പൈൻഡ് ആയിട്ട് മുസ്ലിങ്ങൾക്ക് മുസ്ലിം എത്തിയസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് ഇടതു ലിബറൽ എന്ന് പറയുന്നത്. മുതലക്കുളം മൈതാനിയിൽ മുതലയുമില്ല കുളവുമില്ല എന്ന് പറഞ്ഞതുപോലെ ഇടതിന് ലിബറലാക്കാൻ കഴിയോ? അപ്പോൾ നാം ഭയക്കേണ്ടത് കമ്മ്യൂണിസത്തെയാണോ? അല്ല, കമ്മ്യൂണിസത്തെ വരെ കീഴ്പ്പെടുത്തി കളഞ്ഞ ലിബറലിസത്തെയാണ്. മനസ്സിലായോ? കമ്മ്യൂണിസത്തെ വരെ എതിർചേരിയിൽ ശക്തമായി വിയോജിച്ച് നിൽക്കേണ്ട കമ്മ്യൂണിസത്തെ വരെ കീഴ്പ്പെടുത്തി കളഞ്ഞ ലിബറലിസത്തെയാണ് നാം സൂക്ഷിക്കേണ്ടത്, നാം ഭയക്കേണ്ടത്, നാം എതിർക്കേണ്ടത്. കാരണം അത് ദിനോസറല്ല, ആറ്റം ബോംബാണ്. പണ്ടുണ്ടായിരുന്ന ഭീഷണിയല്ല, ഇന്നും നിലനിൽക്കുന്ന ഭീഷണിയാണ്. അത് കമ്മ്യൂണിസത്തെ കീഴ്പ്പെടുത്തി. അത് മുസ്ലിം പണ്ഡിതരെ സ്വാധീനിച്ചിട്ടുണ്ട് പല നാടുകളിൽ. നമുക്കിടയിലുണ്ട്, അകത്തുണ്ട്, പുറത്തുണ്ട്. നാം അറിയാതെ നമ്മിൽ വന്നു ചേരും. ഇതിൻ്റെയൊക്കെ പ്രശ്നം അതാണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ കോൾഡ് സ്റ്റോറേജ് എന്ന് കേട്ടിട്ടുണ്ടോ? കോൾഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ കേടുവരാതിരിക്കാൻ അതിശൈത്യമുള്ള മുറികളാണ്. അതിൻ്റെ ഉള്ളിൽ എടുത്തു വയ്ക്കും. അതിൻ്റെ ഉള്ളിൽ നാം അറിയാതെ കയറിപ്പോയി എന്ന് വിചാരിക്കാം. ഞാൻ തണുക്കില്ല എന്ന് വാശി പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതുപോലെയാണ് ഈ മീഡിയകളുടെ ഇടയിൽ സ്വാധീനത്തിൽ ജീവിക്കുമ്പോൾ, ഈ പാഠപുസ്തകങ്ങൾ പഠിക്കുമ്പോൾ, ഈ ലോകത്ത് വസിക്കുമ്പോൾ ഞാൻ ലിബറൽ ആകില്ല എന്ന് വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ? കോൾഡ് സ്റ്റോറേജിന്റെ അകത്തു കടന്ന് ഞാൻ തണുക്കില്ല എന്ന് ശഠിക്കും പോലെ മൗഢ്യം. പിന്നെ എന്തു ചെയ്യാൻ പറ്റും? നല്ല കട്ടിയുള്ള വസ്ത്രം ധരിക്കും, തണുപ്പിന്റെ അപകടങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടും, അല്ലേ? എക്സർസൈസ് എടുക്കും, എന്നിട്ട് ബോഡി ഹീറ്റാക്കും. ഇതല്ലേ ചെയ്യാൻ പറ്റൂ? അപ്പൊ ഈ കാലത്ത് ജീവിക്കുന്ന നാം ലിബറൽ ആകില്ല എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. നാം അറിയാതെ ലിബറലിസം കടന്നു വരും. അപ്പോൾ ഡീലിബറലൈസ് ചെയ്യാൻ നാം ശ്രമിക്കണം. നമ്മുടെ അകത്ത് നാം അറിയാതെ കടന്നുകൂടിയ ലിബറൽ മാലിന്യങ്ങളെ കണ്ടെത്തി പുറത്ത് വലിച്ചിടാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അത്രമേൽ ആശയപരമായ അതീശത്വം നേടിയിരിക്കുന്നു ഈ വാദം. അതിന്നത്തെ വിഷയത്തിന്റെ തലയിൽ കെട്ടില്ലാത്തത് കൊണ്ട് നമുക്കതിന്ന് ചർച്ചയ്ക്ക് സമയമില്ല. അപ്പൊ കമ്മ്യൂണിസത്തെ പോലും
കീഴ്പ്പെടുത്തി കളഞ്ഞ ലിബറലിസത്തെയാണ് നാം ഈ കാലത്ത് ഭയക്കേണ്ടത് എന്നു സാരം. ഇനി എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് ലിബറൽ ആശയങ്ങളുടെ പ്രചാരകരാകേണ്ടി വരുന്നത്? അതെന്തുകൊണ്ടാ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ക്യാമ്പസുകളിലേക്ക് പോയാൽ അവിടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികൾ കുട്ടികളെ കിട്ടാൻ വേണ്ടി ലിബറൽ ആശയങ്ങൾ പറഞ്ഞു നടക്കുന്നത് എന്തുകൊണ്ട്? ഇതാണ് നമ്മുടെ ചോദ്യം. ആളെ കിട്ടണമെങ്കിൽ അവർക്കിഷ്ടമുള്ളത് പറയണം, അവർക്ക് ആവശ്യമുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. ആളെ കിട്ടണമെങ്കിൽ അവർക്ക് ഏത് പൊളിറ്റിക്കൽ വിദ്യാർത്ഥി പ്രസ്ഥാനവുമാകട്ടെ ആശയം പറഞ്ഞിട്ട് ക്യാമ്പസിൽ നിന്ന് കുട്ടികളെ കിട്ടില്ല. മറിച്ച് ഒരു നല്ല DJ പാർട്ടിയൊക്കെ വെച്ചാൽ കുട്ടികൾ ഇങ്ങനെ തുള്ളിച്ചാടാൻ വരും. ആ തുള്ളിച്ചാടുന്ന കുട്ടികളുടെ ഇടയിൽ ഒരു പാർട്ടിയുടെ കൊടി കുത്തിവെച്ച് പെട്ടെന്നൊരു ഫോട്ടോ എടുക്കണം. അത് ഞങ്ങളുടെ പാർട്ടി സമ്മേളനത്തിന് വന്ന കുട്ടികളാണ് എന്ന് പറയണം. അതേ കഴിയൂ ക്യാമ്പസിൽ. അപ്പം ചിലപ്പോൾ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് വരെ ആ രീതി സ്വീകരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കുട്ടികൾ അങ്ങനെയാണ്, അവർക്ക് ഇഷ്ടമുള്ളത് കൊടുത്താലേ അവർ വരികയുള്ളൂ. ഇങ്ങനെ മനുഷ്യന്റെ ശരീരത്തിന് ഇഷ്ടമുള്ളതൊക്കെ ഇക്കാലം അത്രയും സമൂഹം വിലക്കിയതൊക്കെ അനുവദനീയമാണ് എന്ന് പറയുന്ന ലിബറൽ ആശയങ്ങൾ പുൽകിയാൽ മാത്രമേ ആളുകളെ ആകർഷിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എതിർചേരിയിൽ ശക്തമായി വിയോജിച്ച് നിൽക്കേണ്ട കമ്മ്യൂണിസം പോലും ലിബറലൈസ് ചെയ്യപ്പെട്ടു, ഇസ്ലാം ലിബറലൈസ് ചെയ്യപ്പെട്ടുകൂടാ. രണ്ടാമത്തെ പാഠം, കമ്മ്യൂണിസം നാം ചർച്ച ചെയ്യുന്ന സമയത്ത് അതിനു വന്ന അധോഗതി ആർക്ക് സംഭവിച്ചുകൂടാ? ഇസ്ലാമിന് സംഭവിച്ചുകൂടാ. നമ്മൾ കൂടി ലിബറലായി കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട് ഈ ആറ്റം ബോംബിനെതിരെ ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ചില ആൾക്കാരൊക്കെ പറയും ഇസ്ലാം ഈ കാലത്തിന് ചേരുന്നില്ല, ഈ സൊസൈറ്റിക്ക് ഫിറ്റല്ല, അതുകൊണ്ട് ഇസ്ലാമിൽ മാറ്റം വരുത്തണം. ഈ കാലത്തിനനുസരിച്ച് ഇസ്ലാമിനെ മാറ്റണം. കാലത്തിനനുസരിച്ച് നമുക്ക് മാറ്റാനുള്ളതാണോ ഇസ്ലാം? കാലത്തിനെ മാറ്റാനുള്ളതല്ലേ ഇസ്ലാം. ഇസ്ലാം ഈസ് നോട്ട് ടു ബി ചേഞ്ച്ഡ് ബൈ ദ സൊസൈറ്റി ബട്ട് ടു ചേഞ്ച് ദ സൊസൈറ്റി. അല്ലേ? നമുക്ക് പരിഷ്കരിക്കാനുള്ളതല്ല ഇസ്ലാം, മറിച്ച് നമ്മെ പരിവർത്തിപ്പിക്കാനുള്ളതാണ്. ഇസ്ലാം ഈസ് നോട്ട് ടു ബി റിഫോംഡ് ബൈ അസ് ബട്ട് ടു റിഫോം അസ്. അല്ലാതെ ബോൾ വരുന്നിടത്ത് ഗോൾ പോസ്റ്റ് കൊണ്ടുപോയി വെച്ച് ഗോൾ എന്ന് വിളിച്ച് സ്വയം പരിഹാസ്യമാകാനുള്ള കളിയിൽ നമ്മളെങ്കിലും നിൽക്കരുത്. നമ്മളും കൂടി ലിബറലായാൽ പിന്നെ ആരുണ്ട്? ലോകം നിങ്ങൾ എഴുതി വെച്ചോളൂ, ഒരു 30 വർഷം കഴിഞ്ഞാൽ ഈ ലിബറൽ മൂല്യങ്ങൾ എടുത്ത് ചവറ്റുകൊട്ടയിലിടും. അതുറപ്പ്. മുന്നോട്ട് പോകാൻ കഴിയില്ല. ജപ്പാൻ എന്ന ഒരു രാജ്യം ഭൂമിക്ക് മുകളിൽ ഇല്ലാതാകാൻ പോകുന്നു. ജപ്പാൻ എന്നൊരു രാജ്യം 50 വർഷം കഴിഞ്ഞാൽ അങ്ങനെ ഒരു രാജ്യം ഉണ്ടാകില്ല. എന്തുകൊണ്ട്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാലിദ്വീപിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മാലിദ്വീപ് ഇല്ലാതാകാൻ പോകുകയാണ്. ഓരോ വർഷവും അതിൻ്റെ ഭൂവിസ്തൃതി കുറയുകയാണ്. അതെങ്ങനെ അറിയോ? ദ്വീപല്ലേ, ചൂട് കൂടുമ്പോ, മഞ്ഞുരുകുമ്പോ, കടൽ പൊങ്ങുമ്പോ മാലിദ്വീപ് മുങ്ങുന്നു. പക്ഷെ ജപ്പാൻ ഇല്ലാതാവുന്ന അങ്ങനെയല്ല. ജപ്പാന്റെ ഭൂവിസ്തൃതിക്ക് മാറ്റമില്ല, നേട്ടങ്ങൾക്ക് പഞ്ഞമില്ല, സാങ്കേതിക വിദ്യകൾക്ക് ക്ഷാമമില്ല. പിന്നെ എന്തുകൊണ്ട് ഈ രാജ്യം ഇല്ലാതാകുന്നു? അവിടെ കുട്ടികളില്ല, അടുത്ത തലമുറയില്ല, ഉള്ളത് മുഴുവൻ വൃദ്ധന്മാർ. എന്തുകൊണ്ട് കുട്ടികൾ ഉണ്ടാകുന്നില്ല? ഈ ലിബറൽ മൂല്യങ്ങളെ പൂർണ്ണമായി സ്വീകരിച്ച മുഖലിസീങ്ങളായ ലിബറലുകളുള്ള നാട്ടിൽ എങ്ങനെ മക്കളുണ്ടാകും? പകുതി ഹോമോസെക്ഷലായി ഇങ്ങനെ, പകുതി കരിയറിസം തലക്കി പിടിച്ച് അങ്ങനെ, പകുതി ലിവിങ് ടുഗദറായി മറ്റൊരു വഴിക്ക്. ഉണ്ടായ കുട്ടിയെ ഞാൻ നോക്കണം, അവനെ കിട്ടില്ല, അതുകൊണ്ട് ആ റിസ്കിന് ഞാനില്ല. അപ്പോൾ കുട്ടികളില്ലാതാകുമ്പോൾ പ്രശ്നമാണല്ലോ. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു കുട്ടി വേണമെന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ കമ്പോളം മാർക്കറ്റ് പറയും കുട്ടി വേണമെന്നല്ലേ ഉള്ളൂ, സ്വന്തം കുട്ടി വേണ്ടല്ലോ, പട്ടിക്കുട്ടിയെ തരാം, പൈസ നൽകിയാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ 50 വർഷമായി ഇത് നമ്മൾ ഈ ജർമ്മൻ ഷെപ്പേർഡും ഇതൊക്കെ പറയുന്നത് നാച്ചുറൽ ആയി ഇങ്ങനെ ജനിച്ചു വീഴുന്നതാണോ? അല്ല. നമുക്കെടുത്തൊക്കത്ത് വെക്കാനും ഉമ്മ വെക്കാനുമുള്ള രൂപസൗകര്യത്തിന് വേണ്ടി ബ്രീഡ് ചെയ്തെടുക്കുന്നതാണ്. മറ്റൊരു ജീവിയുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തി നമ്മുടെ സുഖത്തിന് വേണ്ടി പരിവർത്തിച്ച് എടുക്കുന്നതാണ്. കാരണം എന്താ? കുട്ടികളില്ല. ജപ്പാനിൽ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത് 3 ലക്ഷം രൂപയാണ്. ഒരു കുട്ടിയെ പ്രസവിച്ചാൽ ഗവൺമെന്റ് എത്ര പൈസ കൊടുക്കും? 3 ലക്ഷം രൂപ കൊടുക്കും. കാരണം അങ്ങനെയെങ്കിലും അടുത്ത തലമുറ ഉണ്ടാകട്ടെ. ലോകം മുന്നോട്ട് പോവില്ല. ലിബറൽ ആശയങ്ങൾ സ്വീകരിച്ചാൽ ലോകം മുന്നോട്ട് പോവില്ല. അത് റഷ്യ തിരിച്ചറിഞ്ഞു. പണ്ട് റഷ്യ ലിബറലായി, പിന്നെ ബോധ്യമായി ഇത് വല്ലാതെ പോകില്ലെന്ന്. ഇപ്പോൾ പാരമ്പര്യ മൂല്യങ്ങളിലേക്ക്
തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കമ്മ്യൂണിസം എന്ന വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ നാം ആർജിക്കണം. ഒന്ന്, മനുഷ്യനിർമ്മിതങ്ങളായ ഏതു പരിഹാരങ്ങളും കൂടുതൽ അപകടകരമായ പരിണതികളാണ് ബാക്കിയാക്കിയിട്ടുള്ളത്. തൊഴിലാളികൾ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ അവരതിൻ്റെ കാരണം കണ്ടെത്തുന്നോടത്ത് തെറ്റി. അവർ പറഞ്ഞു, മുതലാളിത്ത വ്യവസ്ഥിതി ഉള്ളത് കൊണ്ടാണ് തൊഴിലാളി പ്രശ്നം അനുഭവിക്കുന്നത്, അതുകൊണ്ട് ഈ വ്യവസ്ഥിതിയെ വേണ്ട, മുതലാളിയും വേണ്ട, തൊഴിലാളിയും വേണ്ട. അവിടെയാണ് ഇസ്ലാമിൻ്റെ പരിഹാരങ്ങൾക്ക് വേണ്ടി ലോകം കാതുകോർക്കാൻ പാകപ്പെടുന്നത്. നാം പ്രചരിപ്പിക്കാത്ത പ്രശ്നമേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു ഗുണം, എതിർചേരിയിൽ ശക്തമായി വിയോജിച്ച് നിൽക്കേണ്ട കമ്മ്യൂണിസം പോലും ലിബറലൈസ് ചെയ്യപ്പെട്ടുവെങ്കിൽ ആ അധോഗതി ആർക്ക് വന്നുകൂടാ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് ഇസ്ലാമിന് വന്നുകൂടാ, ഇസ്ലാമിനല്ലേലും വരൂല, മുസ്ലിം സാമാന്യത്തിന് വന്നുകൂടാ എന്ന് നാം ഓരോരുത്തരും തീരുമാനമെടുക്കുമെങ്കിൽ ഈ വിഷയം ചർച്ചയ്ക്കിട്ടത് ഗുണകരമായി എന്ന് മാത്രം പറഞ്ഞ് 20 മിനിറ്റിൻ്റെ ഉള്ളിൽ വിഷയാവതരണം അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് 2-3 ചോദ്യങ്ങൾ ചോദിക്കാം, സമയമുണ്ടെങ്കിൽ വിശദീകരിക്കാം, എന്നിട്ട് നിസ്കാരത്തിനായി പിരിയാം. ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും. പറഞ്ഞത് മനസ്സിലായോ? കാര്യമായിട്ടാ? അപ്പോൾ കമ്മ്യൂണിസത്തെ പേടിക്കേണ്ടതില്ല എന്നാണോ? കമ്മ്യൂണിസം എന്ന ആശയം ഭയപ്പെടേണ്ടതാണ്, പക്ഷെ അത് നിലനിൽക്കുന്നില്ല, അതുകൊണ്ട് ഇന്ന് ഭയപ്പെടേണ്ടതില്ല ദിനോസറിനെ പോലെ. പക്ഷെ കമ്മ്യൂണിസം എന്ന പേരിൽ ഇന്ന് നിലനിൽക്കുന്നത് അതിൻ്റെ സത്ത എന്താണ്? ലിബറലിസമാണ്. അതിനെ ഭയപ്പെടണം, ആറ്റം ബോംബ് പോലെ. ഈ കാലഘട്ടത്തിൽ കമ്മ്യൂണിസമാണ് വഹാബിസാണ് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്? ആ ഒരു ചോദ്യമാണ് ഈ കേരളക്കര ആകെ കുലുങ്ങാൻ കാരണം. ഈ കൂടുതലാന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തിനാ? മറ്റേതൊന്ന് കുറച്ച് ഭയപ്പെടാനാണോ? രണ്ടിനും ഭയപ്പെട്ടാൽ മതി. നമ്മൾ 50% ഭയം, 50 ഭയാനുള്ളത്, ഏതെങ്കിലും ഒന്നിനെ ഭയക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ലല്ലോ. നമ്മുടെ അടുത്ത് 100 രൂപ ഉള്ളത് 2 പേര് പാവപ്പെട്ട ആൾക്കാരുണ്ട്, ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് ശരി, ആ പ്രശ്നം ഇവിടെ ഇല്ലല്ലോ. നിലവിലെ കമ്മ്യൂണിസം അതിപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞ്, പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊക്കെ രീതിയിലാണ് കമ്മ്യൂണിസ്റ്റുകളാണെന്ന് വാദിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ ഇസ്ലാമിന് ഭീഷണിയാകുന്നത്? ഒന്നാമത്തെ ഒരു കാര്യം ഇസ്ലാമിന് ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കുന്നത് എപ്പോൾ? ആ ഒരു മാനദണ്ഡം മനസ്സിലാക്കിയാൽ ഏതിസം മാറി വരട്ടെ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. തൊഴിലാളികൾ പീഡനം അനുഭവിക്കുന്നുണ്ട്, അത് പരിഹരിക്കണം, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു. ആ പോയിന്റിൽ നമുക്ക് കമ്മ്യൂണിസത്തോട് വിയോജിപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. തുല്യതയും സ്വാതന്ത്ര്യവും ഒക്കെ നല്ല കാര്യങ്ങളാണ്, ലിബറലുകൾ പറയുന്നു. ആ പോയിന്റിൽ നമുക്ക് വിയോജിപ്പുണ്ടോ? തുല്യതയും സ്വാതന്ത്ര്യം നല്ല കാര്യങ്ങളല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. മാതാപിതാക്കളുടെ സ്വത്ത് മക്കൾക്ക് എങ്ങനെ വീതിക്കണം? തുല്യമായി വീതിക്കണം അല്ലേ?
തർക്കമില്ലല്ലോ. തുല്യത ഇസ്ലാമിൽ പ്രധാനപ്പെട്ട ഒരു മൂല്യമായത് കൊണ്ടല്ലേ. കൺഫ്യൂഷൻ ഉണ്ടോ? പുരുഷന്റെ പകുതി സ്ത്രീക്ക് നൽകേണ്ടത് പിതാവ് മരണപ്പെട്ടാലുള്ള സ്വത്താണ്. അത് അയാളുടെ സ്വത്തല്ല, അത് അനന്തര സ്വത്താണ്. അയാൾ മരിച്ചുപോയി. ഇത് ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്വത്ത് വീതം വയ്ക്കുമ്പോൾ തുല്യമായി വിധിക്കണം. അതാണ് നീതി. തുല്യത ഇസ്ലാമിൽ പ്രധാനപ്പെട്ട സാധനമാണ്. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ എപ്പോഴാണ് ഒരു കാര്യം നമുക്ക് എതിരാകുന്നത് എന്നതിൻ്റെ തത്വം മനസ്സിലാക്കിയാൽ, അതാണല്ലോ വേണ്ടത്. മീൻ പിടിച്ചു തരുന്നതിനേക്കാൾ നല്ലത് വല വീശാൻ പഠിപ്പിക്കുന്നതാണ്, അല്ലേ? റെഡിയാണോ ആ തത്വം മനസ്സിലാക്കാൻ? എപ്പോഴാണ് ഒരു കാര്യം ഇസ്ലാമിനോട് എതിരാകുന്നത്? അതെങ്ങനെയാണ് മനസ്സിലാക്കുക? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ, പിക്കാച്ചോ. ഓപ്ഷൻ ബി, സക്കാഷു. ഓപ്ഷൻ സി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ചോദ്യം: ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഏതാ ഉത്തരം? മോഹൻദാസ് കരംചന്ദ് ആ, ഗാന്ധി. ഓപ്ഷൻ സി. ആദ്യം പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ഏതാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായിട്ടില്ലല്ലോ. ഞാൻ എന്നിട്ടും അത് തെറ്റാണ് എന്ന് മനസ്സിലായില്ലേ? അതെങ്ങനെ ഒരു കാര്യം എന്താണ് എന്ന് മനസ്സിലാകാതെ അത് തെറ്റാന്ന് ഇപ്പൊ എങ്ങനെ മനസ്സിലായി? മറ്റേ ശരിയാണെന്ന്. ഫൈൻ. ഒരു കാര്യം ശരിയാണെന്ന് മനസ്സിലായാൽ ഇതിനോട് എതിരായത് പിന്നെ എന്തേ ആകൂ? തെറ്റേ ആകൂ. തർക്കണ്ടോ? ലോകത്തെ മുഴുവൻ ആശയങ്ങളുടെയും തെറ്റു മനസ്സിലാക്കിയിട്ട് അതൊക്കെ ഒഴിവാക്കി ഇനി ഇസ്ലാം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇസ്ലാം ശരി, അതാണോ റൂട്ട്? അല്ല, ഇസ്ലാം ശരിയാണെന്ന് ആദ്യം മനസ്സിലാക്കി, ഇനി എന്തെങ്കിലും ഇതിനോട് എതിരാകുന്നുവെങ്കിൽ അത് തെറ്റ്, അല്ലേ? അതാണ് നമ്മുടെ ഉസ്സൂല്. അപ്പൊ ഏത് ആശയമാകട്ടെ, ഇസ്ലാമിന്റെ ഏതെങ്കിലും അടിസ്ഥാന തത്വത്തോട് അത് വിയോജിക്കുന്നുണ്ടോ എങ്കിൽ അത് തെറ്റാകും. തർക്കമില്ലല്ലോ. കാരണം ഇത് ശരിയാണല്ലോ. ഇതിനോട് എതിരാകുമെങ്കിൽ അത് തെറ്റാണല്ലോ. ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും, ഇപ്പൊ എൻ്റെ പേര് ഇന്നതാണ് എന്നത് ഇസ്ലാമിലുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ എൻ്റെ പേരെന്തന്നെയാണ്? അതന്നെയാണല്ലോ. അപ്പൊ ഇസ്ലാമിലുള്ളത് മാത്രമാണ് ശരി എന്നതിനേക്കാൾ ഇസ്ലാമിലുള്ളത് മുഴുവനും ശരിയാണ് എന്ന് മനസ്സിലാക്കി ശീലിക്കാം. വാക്കുകളിൽ വ്യത്യാസമൊന്നുമില്ല, മനസ്സിലാക്കുന്നിടത്ത്. ഇസ്ലാമിലുള്ളത് മുഴുവനും ഇസ്ലാം മാത്രമാണ് ശരി എന്നതിന് പകരം ശരി മാത്രമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കി തുടങ്ങാം. ശരി മാത്രമാണ് എന്ത്? കിട്ടിയില്ല. ശരി മാത്രമാണ് ഇസ്ലാം. ഇസ്ലാമിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ശരിയാണ്. ഇസ്ലാം പറയുന്നു ഏകദൈവമേ ഉള്ളൂ, അതുകൊണ്ട് ഏകമല്ല ദൈവം എന്ന് പറയുന്നത് മുഴുവനും തെറ്റായി. മനസ്സിലായോ? മഹാത്മാഗാന്ധിജി ഇന്ത്യയുടെ പ്രസിഡന്റാണ്, അല്ല എന്താ ഫാദർ ഓഫ് നാഷൻ ആണ് എന്നുള്ളത് ഇസ്ലാമിലില്ലല്ലോ. ഇസ്ലാമിൽ ഇല്ല എന്നത് കൊണ്ടൊരു കാര്യം തെറ്റാന്നർത്ഥമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇസ്ലാമിലുണ്ട് എന്നതിൻ്റെ അർത്ഥം അത് ശരിയാണ് എന്നാണ്. അപ്പൊ ഇസ്ലാമിലുള്ള ഏതെങ്കിലും ഒന്നിനോട് എതിരാണ് മറ്റേതെങ്കിൽ അത് എന്താകും? അത് തെറ്റാകും. ഈ ഒരു അടിസ്ഥാനം നമ്മിലുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കി നേരത്തെ കമ്മ്യൂണിസത്തെ. വ്യക്തിക്ക് സ്വകാര്യത്വത്തിന് അവകാശം ഉണ്ടോ? വ്യക്തിക്ക് സ്വകാര്യത്വത്തിൽ അവകാശം ഉണ്ടോ? ഉണ്ടല്ലോ. ആ, പക്ഷെ കമ്മ്യൂണിസത്തിലുണ്ടോ? അപ്പൊ പിന്നെ എന്ത് തെറ്റ്? കമ്മ്യൂണിസം തെറ്റ്. നമ്മൾ നേരത്തെ ലിബറലിസം പറഞ്ഞു. തുല്യതയും സ്വാതന്ത്ര്യവും പ്രധാനപ്പെട്ട മൂല്യങ്ങളാണ്, നമുക്ക് തർക്കമില്ല. പക്ഷെ ഏറ്റവും പ്രധാനം തുല്യതയും സ്വാതന്ത്ര്യമാണോ? അല്ല, ഏറ്റവും പ്രധാനമല്ല. ചിലപ്പോൾ ചില തുല്യതയും സ്വാതന്ത്ര്യവും ത്യജിക്കേണ്ടി വരും. ഇതാണ് ഇസ്ലാം പറയുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനം തുല്യതയാണ് എന്ന് പറയുമ്പോൾ അത് തെറ്റായി മാറി. വിശദീകരണങ്ങൾക്ക് സമയമില്ല. അങ്ങനെ ഏത് ഇസവും നമുക്ക് അങ്ങനെ പരിശോധിക്കാം. നിർബന്ധമായി വിശ്വസിക്കേണ്ട ഏതെങ്കിലും ഒരു ഇസ്ലാമിക തത്വത്തിന് എതിരാണെങ്കിൽ അത് തെറ്റ്. കാരണം ഇത് ശരിയാണ്, ഇത് സ്റ്റാൻഡേർഡാണ്, ഇത് അളവുകോലാണ്. ഒരു ചോദ്യം കൂടി, അതോടെ അവസാനിക്കും. അങ്ങനെയാണെങ്കിലേ ഇപ്പൊ മുസ്ലിം പണ്ഡിതന്മാര് ചിലര് പറയണ്ടല്ലോ, മുൻകാല പണ്ഡിതന്മാര് ശാസ്ത്രം വികസിക്കാതെന്ന് പറയുന്നുണ്ട് ഭൂമി സൂര്യനെ ചുറ്റിയാണ്. ഇപ്പൊ ശാസ്ത്രം പറയുന്നു അങ്ങനെയല്ല.
ഭൂമി സൂര്യന് ചുറ്റണില്ലേ? അങ്ങനെയല്ല, സൂര്യൻ ഭൂമിനെ ചുറ്റുന്നു. ഏത് മുഫസ്സിറാ പറഞ്ഞേ? അതിലില്ലേ പണ്ട് അങ്ങനെ നോക്കിയിട്ടല്ലേ കിബ്ലി ഇതൊക്കെ നോക്കുന്ന വിഷയം വരുമ്പോ? അതായത് ഖുർആനും ശാസ്ത്രവും എന്നത് കൗതുകരമായൊരു കാര്യമാണ്. കുറേ കാലമായിട്ട് ഇസ്ലാം ശാസ്ത്രീയമാണ്, അതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കണം, ഇതാണോ നമ്മുടെ ആർഗ്യുമെന്റ്? അങ്ങനെ ആകരുത്. ഇസ്ലാം മാനവികമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ അംഗീകരിക്കണം, ഇതുമാകരുത് നമ്മുടെ ആർഗ്യുമെന്റ്. അങ്ങനെ ആകുമ്പോൾ പ്രശ്നം എന്താ അറിയോ? ഒരു കാര്യം ശാസ്ത്രീയമല്ല എന്ന് പറഞ്ഞാലോ അപ്പോൾ അവനത് ഉപേക്ഷിക്കും. ഒരു കാര്യം മാനവികമല്ല എന്ന് അവന് തോന്നിയാലോ അവനത് ഉപേക്ഷിക്കും. മറിച്ച് നാം പറയേണ്ടത് ഇസ്ലാം സത്യമാണ്, അതുകൊണ്ട് അതിനെ നിങ്ങൾ സ്വീകരിക്കണമെന്നാണ്. പോയിന്റ് കിട്ടിയോ? ഇസ്ലാം സത്യമാണ്, ഇത് ട്രൂത്താണ്, അഖലിയാണ്, അള്ളാഹു ഉണ്ട്, മുഹമ്മദ് നബി അള്ളാഹിൻ്റെ ദൂതരാണ്, ബസ് അത് മതി. ശാസ്ത്രീയമാകട്ടെ അശാസ്ത്രീയമാകട്ടെ, മാനവികമാകട്ടെ അമാനവികമാകട്ടെ, ഇസ്ലാം സത്യമാണ് എന്നതാണ് അതിൻ്റെ മെറിറ്റ്. അപ്പോൾ പിന്നെ ഇസ്ലാമിൽ ശാസ്ത്രമുണ്ട്, അതുകൊണ്ട് ഇസ്ലാം ശരി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് എന്തിനാ വെക്കണേ? സയൻസിനെയാണ്. സയൻസ് ഡിഫൈൻസ് ഇറ്റ് സെൽഫ് ആസ് ഹൈലി കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് ആൻഡ് ഹൈലി ഇൻകൺസിസ്റ്റന്റ്. നിരന്തരമായി മാറുന്നു ആൻഡ് ഹൈലി ഇൻകൺസിസ്റ്റന്റ്, സ്ഥിരതയില്ലാത്തതുമാണ്. ഇത് ശാസ്ത്രത്തിന്റെ നേട്ടമാണ്. അങ്ങനെയുള്ള ഒന്നിനെ ഇങ്ങനെ ആടിക്കളിക്കുന്ന, ഓടിക്കളിക്കുന്ന, നീങ്ങുന്ന ഒരു ഗോൾ പോസ്റ്റിനെ നമ്മൾ ഗോൾ പോസ്റ്റ് ആക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പൊ സയൻസിനെ നമ്മൾ എന്താക്കാൻ പാടില്ല? ഇസ്ലാമിനെയും ജഡ്ജ് ചെയ്യാനുള്ള മാനദണ്ഡമാക്കാൻ പാടില്ല. കാരണം എന്താ? അത് തന്നെ അത് അവകാശപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ പിന്നെ മുഫസ്സിറുകളുടെ വിശദീകരണങ്ങളിൽ ഇന്ന് ശാസ്ത്രം തെറ്റാണെന്ന് തെളിയിച്ച കാര്യങ്ങൾ ഉണ്ടാകാൻ പറ്റുമോ? ഖുർആനും ശാസ്ത്രവും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാകാൻ പറ്റുമോ? എന്തുണ്ടായാലേ എന്താ പ്രശ്നം? ഉണ്ടായ പ്രശ്നമുണ്ടോ? ഖുർആനും സത്യവും തമ്മിലാണ് വൈരുദ്ധ്യമുണ്ടാകാൻ പാടില്ലാത്തത്, അൽ ഹക്കായ അള്ളാഹുവിന്റെ വചനമായത് കൊണ്ട് തന്നെ. ശാസ്ത്രീയ സത്യങ്ങളുമായി എന്ത് വൈരുദ്ധ്യത്തിലാവില്ല? ഖുർആൻ വൈരുദ്ധ്യത്തിലാവില്ല. കാരണം ഈ ശാസ്ത്രീയ സത്യങ്ങളെ സംഭവിപ്പിക്കുന്നവന്റെ വചനമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ എന്നാൽ ശാസ്ത്രീയം എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളോട് ചിലപ്പോൾ ഖുർആൻ എതിരാകാം. അങ്ങനെയാണെങ്കിൽ ഖുർആൻ എവിടെ ശരി, ഇത് തെറ്റ്, കാരണം അതാണ് സ്റ്റാൻഡേർഡ്. ഇനി മുഫസ്സിറുകളിലേക്ക് വരട്ടെ. മുഫസ്സിറുകൾ അവരുടെ കാലത്തെ ശാസ്ത്രീയമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ വിശദീകരിക്കും, അവരുടെ കാലത്ത് ലഭ്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കും. ആ അറിവ് പിന്നീട് തിരുത്തപ്പെട്ടു, അത് അവരുടെ പ്രശ്നമാണോ? അപ്പൊ തഫ്സീറുകളിൽ ചിലപ്പോൾ ശാസ്ത്രീയ പരാമർശങ്ങൾക്ക് എതിരായത് കാണാം. അത് എന്തിന്റെ പ്രശ്നമല്ല, ഖുർആന്റെ പ്രശ്നമാണോ? അല്ല. ആ കാലത്തെ ഇതാണ് ശരി എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ആ പരാമർശങ്ങൾ ഖുർആനിന്റെ മുഫസ്സിറുകളുടെ വിശദീകരണത്തിൽ വന്നു. അത് എന്തിനെ ബാധിക്കുന്നില്ല? ഖുർആനെ ബാധിക്കുന്നില്ല. പക്ഷേ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഈ പണ്ഡിതന്മാരെ ഏകോപന അഭിപ്രായമാണല്ലോ. അപ്പൊ ഒരു പണ്ഡിതൻ ഇങ്ങനെ പറയുമ്പോൾ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണെന്ന് കണ്ടുകൂടെ? അങ്ങനെ നോക്കുമ്പോൾ ഏത് വിഷയങ്ങളിലാണ് ഏകോപന അഭിപ്രായം ഉള്ളത് എന്നതാണ് വളരെ പ്രധാനം. ചരിത്രപരമായൊരു വിഷയം, അതില് ഏകോപനത്തിന് പ്രസക്തി ഉണ്ടോ? ചരിത്രപരമായൊരു വിഷയം, മൻസൂസായൊരു വിഷയം, അത് നെസ്സാണോ അല്ലയോ എന്നതിൽ ഇജ്മാ വേണമെങ്കിലും. അപ്പൊ കർമ്മശാസ്ത്ര വിധികളുടെ തീർപ്പ് കണ്ടെത്തുന്നിടത്ത് ഗവേഷണ യോഗ്യരായ മുജ്തഹിദീങ്ങളായ പണ്ഡിതരുടെ ഏകോപനത്തിന് പ്രാമാണികതയുണ്ട്. അതിനപ്പുറം മുഫസ്സിറുകളുടെ വിശദീകരണങ്ങൾ അവർ പോലും എന്താ അവകാശപ്പെടുന്നില്ല? ഏതെങ്കിലും ഒരു മുഫസ്സിർ അവകാശപ്പെടുന്നുണ്ടോ? ബിർറഈ കൊണ്ട് ബിദ്റായ കൊണ്ട് തഫ്സീർ ചെയ്ത് ഏതെങ്കിലും മുഫസ്സിർ അവകാശപ്പെടുന്നുണ്ടോ? ഇതാണ് ഖുർആന്റെ അർത്ഥം മുഴുവനായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ അവകാശപ്പെടുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടോ? ഇല്ല. ഈ കാലത്ത് ലഭ്യമായ ഈ അറിവുകൾ വെച്ച് നോക്കുന്ന അതിനൊരു അടിസ്ഥാനം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ നമ്മളൊക്കെ തന്നെ പറയാം ഖുർആൻ ശാസ്ത്ര പുസ്തകമല്ല എന്ന്. കാരണം അത് എളുപ്പമാണല്ലോ. ഖുർആനിൽ പിന്നെ സയന്റിഫിക്കായ എന്തെങ്കിലും എറേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സയൻസ് പഠിപ്പിക്കാനുള്ളതല്ല, കൈ കഴുകാം, സുഖമാണ്. അത് ശരിയുമാണ്. പക്ഷേ ഖുർആനിൽ ശാസ്ത്രത്തിന്റെ പരിധിയിലുള്ള വിഷയങ്ങളുമുണ്ട്, പരിധിയിൽ ഇല്ലാത്ത വിഷയമുണ്ട്. ഖുർആൻ മലക്കുകളെ കുറിച്ച് പറയും, അല്ലേ? ഇത് ശാസ്ത്രത്തിന്റെ പരിധിയിലുള്ളതാണോ? മലക്കുകൾ ഉള്ളതാണോ?
അല്ല. ഖുർആൻ മനുഷ്യരെ കുറിച്ച് പറയും, പർവ്വതങ്ങളെ കുറിച്ച് പറയും, പ്രപഞ്ചത്തെക്കുറിച്ച് പറയും. ഇത് പക്ഷെ എന്തിന്റെ പരിധിയിലുള്ളതാണ്? ശാസ്ത്രത്തിന്റെ. അപ്പൊ ശാസ്ത്രത്തിന്റെ പരിധിയിലുള്ള വിഷയങ്ങളിലെ ഖുർആനിക പരാമർശങ്ങൾ സത്യത്തിനെതിരാകാൻ പാടില്ല. അത്രയല്ലേ ഉള്ളൂ. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അല്ലാതെ ഖുർആനിൽ ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയ കാര്യങ്ങൾ മുൻപേ പ്രവചിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞു നടക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? അവലം യറല്ലദീന കഫറൂ അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖനാഹുമാ. ഇത് കേൾക്കുമ്പോൾ ബിഗ് ബാങ് തിയറി പഠിക്കുന്ന നമുക്ക് തോന്നുകയാണ് ഇത് പഠിച്ച അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞാണ് തോന്നുകയാണ്. എന്നിട്ട് നമ്മൾ പറയാണ് ഖുർആനിൽ എന്തുണ്ട്? ബിഗ് ബാങ് തിയറി ഉണ്ട്. 10 കൊല്ലം കഴിയുമ്പോൾ സയന്റിസ്റ്റുകൾ പറയാണ് ബിഗ് ബാങ് തിയറി തെറ്റാണ്, പുതിയ തിയറിയാണ് സ്റ്റാൻഡേർഡ് എന്ന്. അപ്പോൾ നമ്മളെന്താ കാട്ടുക? ഖുർആനിൽ ബിഗ് ബാങ് തിയറി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുൻഗാമി പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ലല്ലോ. അപ്പം നമുക്കൊരു സാമ്യം ഇനി നാളെ മറ്റൊരു തിയറി വന്ന് അത് ശരിയാണെങ്കിൽ ഖുർആനിൻ്റെ വചനം വായിച്ചു നോക്കുമ്പോൾ അതിനോട് സാമ്യത വരും. അത് അള്ളാഹുവിൻ്റെ പദപ്രയോഗങ്ങളുടെ മൗലികത. അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ചില സാമ്യങ്ങൾ തോന്നും അല്ലേ? ഖുർആൻ ശാസ്ത്രം താരതമ്യം ചെയ്യുന്ന ആളുകൾക്ക് ചില ഖുർആനിക വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ചില ശാസ്ത്ര സത്യങ്ങളോട് ഒരു സാമ്യം തോന്നും. അതിനെങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്? നമുക്കങ്ങനെ തോന്നുന്നുവെങ്കിൽ നമ്മുടെ ഈമാനിക വർധനവിന് ഉപയോഗിക്കാം. പക്ഷേ അങ്ങനെ തോന്നാത്ത ഒരാൾക്ക് നിനക്കിങ്ങനെ നിർബന്ധമായി തോന്നണം എന്ന് പറയാൻ പറ്റുമോ? തോന്നുന്നു പറയാൻ പറ്റില്ല. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം എന്ന് പറയാൻ പറ്റുമോ? ഇതിൻ്റെ അനന്ത സാധ്യതകളായ അർത്ഥങ്ങളിൽ ഇതും പെട്ടേക്കാം എന്നൊരു സാധ്യത മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഉദാഹരണത്തിന് ഖുർആനിലൊരു പരാമർശമുണ്ട്, അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ്സമാവാതി വൽ അർദ്. ഇതിറക്കിയത്, ഈ വചനങ്ങളുടെ അവതരണം ആരിൽ നിന്നാണ്? യഅലമു സിർറ ഫിസ്സമാവാതി വൽ അർദ്. പ്രപഞ്ച രഹസ്യങ്ങൾ അറിയുന്ന, ആകാശഭൂമികളുടെ രഹസ്യങ്ങൾ അറിയുന്നവനിൽ നിന്നാണ്. അപ്പം നമ്മൾ കുറേ സയൻസ് ഒക്കെ ഇങ്ങോട്ട് പഠിച്ച് തലയൊക്കെ കുത്തി മറിഞ്ഞിട്ട് ഖുർആൻ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഈ പഠിച്ച ശാസ്ത്ര സിദ്ധാന്തത്തിലേക്ക് ഒരു സൂചന ഇതിൽ നമുക്ക് ബോധ്യപ്പെടുമ്പോൾ, ഈ ശാസ്ത്രം പഠിക്കാത്തൊരാൾക്ക് ഇത് ബോധ്യമാവോ? ഇല്ല. നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നാം ചിന്തിക്കേണ്ടത് അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ്സമാവാതി വൽ അർദ്. ഇതെല്ലാം അറിയുന്ന ഒരുവനാണ് ഈ വചനങ്ങളെല്ലാം ഇറക്കിയത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് ഈ ശാസ്ത്രജ്ഞാനമില്ലാത്തൊരാൾക്ക് അത് മനസ്സിലാവില്ല. ശാസ്ത്രീയമായി വിശദീകരിക്കാൻ പറ്റുന്ന അർത്ഥങ്ങളിലേക്ക് ഖുർആനെ പരിമിതപ്പെടുത്തരുത്. ഇപ്പൊ അലക്ക ഒട്ടിപ്പിടിക്കുന്നതാണ്, അത് ഭ്രൂണം ഒട്ടിപ്പിടിക്കുന്നത് പോലെ ആ ശാസ്ത്രീയതയിലേക്ക് സാമ്യപ്പെടുത്തുമ്പോൾ ഇതിന്റെ കുറെ അർത്ഥങ്ങളുടെ മിസ്സാവാണ്. അലക്ക, നീ ഇൻഡിപെൻഡന്റ് അല്ല, നിനക്ക് മറ്റൊന്നിലേക്ക് ചേർന്ന് മാത്രമേ നിൽക്കാൻ കഴിയൂ, അത് മനുഷ്യ നിന്റെ നിസാരതയാണ്. ഇത് അതിൻ്റെ ഒരു വിശദീകരണമാണ്. ഇങ്ങനെ അനന്ത സാധ്യതകളായ, പലപ്പോഴും ആത്മീയ അനുഭൂതിക്ക് കൂടുതൽ സാധ്യത തുറന്നിടുന്ന അർത്ഥങ്ങളെ നിഷേധിക്കുന്ന ശാസ്ത്രമാത്ര ഖുർആൻവാദികളായി നമ്മൾ മാറാൻ പാടില്ല എന്ന് മാത്രമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. സമയം അവസാനിച്ചോ? പറഞ്ഞതിൽ അവ്യക്തതകളുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം അത് തീർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.